ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ ഒരു കോഴിയമ്മയുടെയും ബബ്ലു എന്ന പേരുള്ള ഒരു പട്ടിക്കുട്ടന്റെയും കഥ പറയാം. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിൽ ഒരു കോഴിയമ്മയും അവരുടെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അവർ സുഖമായി ആ വീട്ടിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു. ഒരു ദിവസം ആ വീട്ടിലെ ആൾക്കാർ അവരുടെ വീട്ടിൽ ഒരു പട്ടിക്കുട്ടനെ കൊണ്ടുവന്നു. അവന്റെ പേരാണ് ബബ്ലു. അവനൊരു പാവം പട്ടിക്കുട്ടനായിരുന്നു. അവനെ വീട്ടുകാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി. വീട്ടുകാർ അവനോട് പറഞ്ഞു, ബബ്ലുകുട്ടാ, നീ കോഴിയമ്മയെയും അവരുടെ മക്കളെയും ശ്രദ്ധിച്ചോളോ. കുറുക്കനോ കാക്കയോ ആരും കട്ടുകൊണ്ടു പോകാതെ നോക്കണേ. ബബ്ലുട്ടൻ സമ്മതിച്ചു. പക്ഷേ കോഴിയമ്മയ്ക്ക് ബബ്ലൂട്ടനെ ഇഷ്ടമായിരുന്നില്ല. കാരണം പണ്ട് കോഴിയമ്മയുടെ കൂട്ടുകാരിയെ കടിച്ചുകൊന്നത് ഒരു വലിയ പട്ടിയായിരുന്നു. അതിനാൽ കോഴിയമ്മയ്ക്ക് ബബ്ലൂട്ടനെ പേടിയായിരുന്നു. അവനെ കോഴിയമ്മയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. കോഴിയമ്മയും മക്കളും മുറ്റത്തെല്ലാം നടക്കുമ്പോൾ ബബ്ലുട്ടൻ എപ്പോഴും ശ്രദ്ധിച്ചു നോക്കി നിൽക്കും. അവന് കോഴിയമ്മയെയും കോഴിക്കുഞ്ഞുങ്ങളെയും വളരെ ഇഷ്ടമായിരുന്നു. ബബ്ലുട്ടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാൻ എല്ലാം വരുമ്പോൾ കോഴിയമ്മ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടിപ്പോകും. അപ്പോൾ അവന് വിഷമമാകും. എങ്കിലും അവൻ അവരെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം കോഴിക്കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു കുഴിയിലേക്ക് അറിയാതെ കോഴിക്കുഞ്ഞുങ്ങൾ വീണു. കോഴിക്കുഞ്ഞുങ്ങൾ പേടിച്ചു കരഞ്ഞു. കോഴിക്കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം കേട്ട് ബബ്ലൂട്ടൻ ഓടിവന്നു. പിന്നാലെ കോഴിയമ്മയും ഓടിയെത്തി. കുഴിക്കകത്ത് വീണ് കിടക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കാനായി കോഴിയമ്മ ശ്രമിച്ചു. പക്ഷെ കോഴിയമ്മയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ ബബ്ലൂട്ടൻ പറഞ്ഞു, ഞാൻ സഹായിക്കാം. അപ്പോൾ കോഴിയമ്മ പറഞ്ഞു, വേണ്ട, ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടമല്ല. എനിക്ക് പേടിയാണ്. നീ എന്റെ കുഞ്ഞുങ്ങളെ കടിച്ചു കൊല്ലും. ഇല്ല കോഴിയമ്മേ, ഞാനൊന്നും ചെയ്യില്ല. വെറുതെ നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല, അവൻ പറഞ്ഞു. കുറേനേരം പരിശ്രമിച്ചിട്ടും കോഴിക്കുഞ്ഞുങ്ങളെ കുഴിയിൽ നിന്നും കയറ്റാൻ പറ്റാതെ കോഴിയമ്മ വിഷമിച്ചു. അപ്പോൾ ബബ്ലൂട്ടൻ അങ്ങോട്ട് വന്നു. അവൻ കോഴിക്കുഞ്ഞുങ്ങളെ പുറത്തെടുത്തു. കോഴിയമ്മ പേടിച്ച് അവൾ മക്കളെയും കൊണ്ട് ഓടിപ്പോയി. പക്ഷെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ബബ്ലൂട്ടനെ വലിയ ഇഷ്ടമായി. കോഴിയമ്മയില്ലാത്ത സമയത്തൊക്കെ അവർ അവന്റെ കൂടെ കളിക്കും. ബബ്ലൂട്ടന്റെ പുറത്തും തലയിലുമൊക്കെ കയറിയിരുന്നു അവ തളിക്കും. ബബ്ലൂട്ടന് അതെല്ലാം വലിയ സന്തോഷമായിരുന്നു. പക്ഷെ കോഴിയമ്മ വരുമ്പോൾ അവർ ഓടിപ്പോകും. ഒരു ദിവസം രാത്രി ബബ്ലൂട്ടൻ ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഒരു കുറുക്കൻ അവരുടെ വീട്ടിലെത്തിയത്. കോഴിയമ്മയും കോഴിക്കുഞ്ഞുങ്ങളും കിടന്നുറങ്ങുന്നത് കുറുക്കൻ കണ്ടു. അവൻ പതുങ്ങി ചെന്നു. പാവം ബബ്ലൂട്ടൻ ഇതൊന്നും അറിഞ്ഞില്ല. മുൻപൊന്നും രാത്രിയിൽ മറ്റു ശല്യങ്ങളൊന്നുമില്ലാതിരുന്നതിനാൽ അവൻ സുഖമായി അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. കുറുക്കൻ പതുങ്ങിച്ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന കോഴിയമ്മയെ പിടിച്ചു. കോഴിയമ്മ ഉറക്കെ നിലവിളിച്ചു. കോഴിയമ്മയുടെ ശബ്ദം കേട്ട് കോഴിക്കുഞ്ഞുങ്ങളെല്ലാം പേടിച്ച് ഉറക്കെ നിലവിളിച്ചു. ഇതെല്ലാം കേട്ട് ബബ്ലൂട്ടൻ ഞെട്ടിയുണർന്നു. അവൻ കണ്ടു കോഴിയമ്മയെ പിടിച്ചു നിൽക്കുന്ന കുറുക്കനെ. അവൻ ഉറക്കെ കുരച്ചു. കുറുക്കന്റെ മേലേക്ക് ചാടി വീണു. കുറുക്കൻ അവനെ തട്ടിമാറ്റാൻ ശ്രമിച്ചു. പക്ഷേ ബബ്ലൂട്ടൻ ചാടി അവനെ കടിച്ചു. പുറത്തെ ബഹളം എല്ലാം കേട്ട് വീട്ടുകാർ ഉണർന്നു. ആളുകളും ബബ്ലൂട്ടനുമെല്ലാം വന്നതുകൊണ്ട് പേടിച്ചുപോയ കുറുക്കൻ അവിടെ നിന്നും ദൂരേക്ക് ഓടിപ്പോയി. കോഴിയമ്മയെ രക്ഷിച്ച ബബ്ലൂട്ടനെ വീട്ടുകാർ എല്ലാവരും അഭിനന്ദിച്ചു. ഇതെല്ലാം കണ്ടുനിന്ന കോഴിയമ്മയ്ക്ക് അപ്പോൾ അവനെ ഇഷ്ടമായി. തന്നെയും തന്റെ മക്കളെയും നല്ലപോലെ കാത്തു സംരക്ഷിക്കുന്ന ബബ്ലൂട്ടനെ കോഴിയമ്മയ്ക്കിഷ്ടമായി. അന്നുമുതൽ കോഴിയമ്മയും കുഞ്ഞുങ്ങളും ബബ്ലൂട്ടന്റെ സുഹൃത്തുക്കളായി. അവൻ കോഴിക്കുഞ്ഞുങ്ങളുമായി കളിച്ചു രസിച്ചു. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ സുഖമായി വീട്ടിൽ ജീവിച്ചു. കൂട്ടുകാരെ, കോഴിയമ്മയുടെയും ബബ്ലൂട്ടന്റെയും കഥ കേട്ടോ? ബബ്ലൂട്ടനെ എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല കഥയുമായി വീണ്ടും കാണാം. ബൈ.